മദനപ്പള്ളി എന്ന് പറയുന്ന ടൗണിലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ടൗണ്. ആന്ധ്രാപ്രദേശിൽ ഒരുപാട് ടൗണുകളിൽ കറങ്ങിയിട്ടുണ്ടെങ്കിലും നല്ല വൃത്തിയായിട്ടുള്ള ഒരു ടൗണ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്നത് മലയാളികളുടെ കടയാണ്, കണ്ണൂരുകാരുടെ. ചായക്കൊക്കെ തന്നെ ഭയങ്കര തിരക്കാണ്. ആ കാണുന്നത് ഒരു കണ്ണൂരുകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മൂപ്പർക്ക് നമ്മളോട് സംസാരിക്കാൻ ഒട്ടും തന്നെ ടൈമില്ല. വളരെ നിഷ്കളങ്കനായിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ ടൈമില്ലാത്ത പ്രശ്നം ഭയങ്കരമായിട്ട് മൂപ്പര് ബാധിച്ചിട്ടുണ്ട്. എങ്കിലും മൂപ്പര് കിട്ടുന്ന സമയത്തൊക്കെ തന്നെ നമ്മളോട് വർത്താനത്തിനൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മദനപ്പള്ളി വന്നു കഴിഞ്ഞാൽ മലയാളിയാണ്, കേരളമാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഈ കടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചായപ്രേമികളുടെ നാടായതുകൊണ്ട് തന്നെ വളരെയധികം ചായക്കോടെ പ്രാധാന്യമുണ്ട്. ഈ കടയിലെ ചായക്ക് വളരെയധികം പേരാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഉള്ളിലേക്ക് വന്ന് നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടൊക്കെ വെച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മീശക്കാരനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബോസ് എങ്ങനെ നോക്കണോ? നമ്മളെ മീശ ഒന്ന് വിരിച്ചാണേ, ഇരിക്കണോ? അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് പിരിക്കോ എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മളെ മോഹൻലാല് പിരിക്കണ പോലെ. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് തിരുവനന്തപുരക്കാരനാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ പൂക്കളുടെ ഒരു ലോകം ആണ് കാണാൻ സാധിച്ചത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൻ്റെ ചുറ്റുഭാഗം നോക്കുമ്പോൾ ഇതുപോലത്തെ പൂക്കടകളാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാം തന്നെ ഹോൾസെയിലാണ്. എല്ലാം തന്നെ ഇങ്ങനെ പരത്തിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെയാണ് ഇവിടെ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയിട്ടുള്ളത്. റോസ് പൂവിൻ്റെ ഒരു ലോകമാണ് ഈ കാണുന്നത്. ഇത്രത്തോളം പൂക്കൾ ഇവിടെ ഇങ്ങനെ വിൽക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം കൗതുകത്തോട് കൂടിയിട്ടാണ് നോക്കി നിന്നത്. ആന്ധ്രാപ്രദേശിലെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന പൂക്കളാണ് എന്നാണ് ഇവർ പറഞ്ഞത്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ മുടയുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ തന്നെ മാർക്കറ്റ് വളരെയധികം സജീവമായി വന്നിട്ടുണ്ട്. ചുറ്റുപാട് നോക്കുമ്പോൾ MLAയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വലിയൊരു ഫ്ലെക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്ലെക്സും ഇവർക്കൊരു ഹരമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. MLA ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും MLAയുടെ ബർത്ത്ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലെക്സുകളാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ വേറൊരു ഭാഗത്തേക്കായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കരിമ്പ് വിൽക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കരിമ്പ് മുറിച്ചിട്ടൊക്കെ കൊടുക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും. കവറുകളിലാക്കി വെച്ചിട്ടുള്ളത് കഴിക്കാൻ പാകത്തിന് കട്ടിങ് ചെയ്ത് വെച്ചതാണ്. എന്തായാലും കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുന്നത്. കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു വെള്ളക്കെട്ട് കാണുകയാണ്. ഈ റോഡ് നിൽക്കുന്ന ഭാഗം വെള്ളം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഹൈറ്റ് കൂട്ടിയ ഭാഗമാണ്. അപ്പുറത്തെ സൈഡിലും റോഡാണ്. ആ റോഡിൻ്റെ നിലദാനമാണ് ഈ ഒരു വെള്ളത്തിൻ്റെ നിലദാനവും. പക്ഷേ ഇവിടെ ഹൈറ്റ് കൂട്ടിയിട്ട് വെള്ളം മാക്സിമം ഇവിടെ ഇങ്ങനെ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. പായകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റുപാടും ഒരുപാട് വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു പള്ളിയും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം നല്ല ഫുഡ് കിട്ടിയ സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. അണ്ണമേ ഡിസ്ട്രിക്റ്റിലാണ് മദനപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അണ്ണമേ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയൊരു ടൗണായിട്ടാണ് മദനപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ അറിയപ്പെടുന്നത്. തകർത്തി വെച്ചിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് 2 കവാടങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് ഇവിടെയും ഒന്ന് ഈ റോഡിൻ്റെ ലാസ്റ്റ് ഭാഗത്തുമായിട്ട്. മനോഹരമായിട്ട് തന്നെയാണ് എല്ലാം നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചുറ്റുപാട് നടന്ന് കാണുമ്പോഴൊക്കെ മനോഹരമായിട്ട് നല്ല വൃത്തിക്ക് തന്നെയാണ് ഈ ഒരു ടൗൺ.